ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ബ്രൈറ്റണും വിജയം. എവേ മത്സരത്തിൽ ലുറ്റൺ ടൗണിനെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയത്. ഹോയ്ലുണ്ടിന്റെ ഇരട്ട ഗോൾ കരുത്തിലാണ് യുണൈറ്റഡിന് വിജയം. യുണൈറ്റഡിന്റെ തുടർച്ചയായ 5ാം വിജയമാണിത്. ആദ്യ 6 മിനിറ്റുകൾക്കകം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2 ഗോളുകൾക്ക് മുന്നിലെത്തി. മത്സരം ആരംഭിച്ച 37ാം സെക്കൻഡിൽ തന്നെ റാസ്മസ് ഹോയ്ലണ്ടിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലീഡെടുത്തു. തുടർച്ചയായ 6ാം പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് ഹോയ്ലണ്ട് ഗോൾ നേടുന്നത്. ഇതോടെ പ്രീമിയർ ലീഗ് ചരിത്രത്തിൽ തുടർച്ചയായ 6 മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 21-കാരനായ ഹോയ്ലണ്ട്. 6ാം മിനിറ്റിൽ ഹോയ്ലണ്ട് യുണൈറ്റഡിന്റെ ലീഡ് ഇരട്ടിയാക്കി. തുടർന്ന് ലുറ്റൺ 14ാം മിനിറ്റിൽ കാൾട്ടൺ മോറിസിലൂടെ 1 ഗോൾ മടക്കി. ജയത്തോടെ 25 മത്സരങ്ങളിൽ നിന്ന് 44 പോയിന്റുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 6ാം സ്ഥാനത്താണ്. ലുട്ടൺ 25 മത്സരങ്ങളിൽ നിന്ന് 21 പോയിന്റുമായി 17ാം സ്ഥാനത്താണ്. മറ്റൊരു മത്സരത്തിൽ ഷെഫീൽഡ് യുണൈറ്റഡിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ബ്രൈറ്റൺ തകർത്തു. മത്സരത്തിൽ 13ാം മിനിറ്റിൽ ഷെഫീൽഡ് താരം ഹോൾഗറ്റ് മിറ്റോമയെ ഫൗൾ ചെയ്തതിന് ചുവപ്പ് കാർഡ് കിട്ടി കളം വിട്ടു. 10 പേരായി ചുരുങ്ങിയ ഷെഫീൽഡിനെതിരെ 20ാം മിനിറ്റിൽ അർജന്റീൻ യുവതാരം ബുവാനോ നേറ്റയിലൂടെ ബ്രൈറ്റൺ ഗോളടി തുടങ്ങി. 24ാം മിനിറ്റിൽ വെൽബക്കിലൂടെ ബ്രൈറ്റൺ 2ാം ഗോളും നേടി. 2ാം പകുതിയിൽ 75ാം മിനിറ്റിൽ ഒരു സെൽഫ് ഗോളിലൂടെ ബ്രൈറ്റന്റെ 3ാം ഗോൾ. തുടർന്ന് 78-86 മിനിറ്റുകളായി അഡിംഗ്രയുടെ ഇരട്ട ഗോളുകൾ കൂടി വന്നതോടെ ബ്രൈറ്റന്റെ വിജയം പൂർത്തിയായി. ഈ വിജയത്തോടെ 38 പോയിന്റുമായി ബ്രൈറ്റൺ പ്രീമിയർ ലീഗിൽ 7ാം സ്ഥാനത്തേക്കെത്തി. ഷെഫീൽഡ് ഏറ്റവും അവസാന സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.